ഈ റമദാന് സ്റ്റാർ ആവാനായിട്ട് സേമിയയും മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. ടേസ്റ്റ് എന്ന് വെച്ചാൽ അപ്പാര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റുള്ളൊരു ഇഫ്താർ സ്നാക്ക്. ഇഫ്താറിന് നിങ്ങൾ എന്തായാലും സ്റ്റാറാകും ഉറപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ സൺഫ്ലവർ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീഡെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. കാഷ്നട്ട് ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ സൺഫ്ലവർ സീഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. പിന്നെയും കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ക്യാരറ്റ് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പച്ചമണം മാറുന്ന ആ സമയത്ത് നമ്മുടെ തേങ്ങ തിരികിയത്, അതായത് കയ്യിൽ ഒരു പിടി തേങ്ങ തിരികിയത് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു ഒരു വറുത്തെടുക്കണം നമ്മൾ തേങ്ങ ചെറിയൊരു വറുത്ത് ആ ഒരു പരുവത്തിലൊന്നും കരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെയും നമ്മൾ കുറച്ച് നെയ്യോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സേമിയ ഉണ്ടല്ലോ, സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് സേമിയ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നമ്മൾ സേമിയ പായസം വെക്കില്ലേ, അതേപോലെ വെള്ളം പോലല്ലാതെ കുറച്ച് തിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല കുറുകിയ ഒരു പരുവമില്ലേ, അതുപോലെ നമ്മൾ ഈ പാലൊഴിച്ചിട്ട് അതേപോലെ അത്രയും നേരം നമ്മൾ വേവിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. വെള്ളം പോലെ ആവാതെ നോക്കണം. അതായത് പെട്ടെന്ന് തന്നെ സേമിയ വെന്ത് കിട്ടും. അതുകൊണ്ട് അതൊന്ന് കുറുക്കിയെടുക്കുന്ന പരുവത്തിൽ എടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ കേട്ടോ. ആവശ്യത്തിന് ഞാൻ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഈ ഒരു വെള്ള പരുവം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ. ഇച്ചിരി വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ നമ്മൾ നന്നായിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും നല്ല ഹെൽത്തിയാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സിലൂടെ പറയണം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ മുട്ടയുടെ ഒന്ന് പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ഇട്ട് കൊടുത്തത്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ഏലക്ക പൊടിച്ചതാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മുട്ടയൊന്ന് ഉടച്ചെടുത്ത ആ ബൗളിലോട്ട് തന്നെ നമ്മൾ വേവിച്ചെടുത്ത സേമിയ ഉണ്ടല്ലോ, കുറുക്കിയെടുത്ത സേമിയ മുട്ടയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റും തേങ്ങയും കൂടെ നെയ്യിൽ വറുത്തെടുത്തത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ആ മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ശരിക്കും ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇതൊക്കെ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഒരു റമദാൻ സ്നാക്കാണ് കേട്ടോ. എഗ് സ്നാക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഒരു ചോറ്റുപാത്രം എടുത്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ നെയ്യ് ഞാൻ തേച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ നേരത്തെ മുട്ടയുടെ മിക്സ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ച് ഒന്ന് പാത്രത്തെ തന്നെ ഒന്ന് ഷേപ്പാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പ്രസ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ച് നമ്മളിത് ആ മുട്ടയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം വറുത്തെടുത്ത സൺഫ്ലവർ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അപ്പച്ചമ്പിൽ വെച്ചിട്ട് ഇതെല്ലാം അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. മുട്ടയൊന്ന് വെന്ത് വരാൻ എന്ത് സമയം വേണമല്ലേ. അപ്പോൾ ആ മുട്ട വെന്ത് വരുന്ന സമയം മതി. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഫ്താറിനൊരു വെറൈറ്റി സ്നാക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. സേമിയ വെച്ചിട്ട് നമ്മൾ പായസമല്ല കഴിച്ചിട്ടുള്ളൂ. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റി ഹെൽത്തിയാണ്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തപ്പം നല്ല അത് നമ്മൾക്ക് ഓരോ പീസായിട്ട് കഴിക്കാൻ എന്ത് രുചിയാണെന്നോ. ആ നെയ്യുടെ ഒരു സ്വാദും നമ്മുടെ ക്യാരറ്റ് നെയ്ക്കകത്ത് വറുത്ത് കിട്ടുമ്പോൾ ഒരു സ്വാദും മുട്ടയുടെയും എല്ലാം കൂടി ചേർത്ത് കഴിക്കാൻ നല്ലൊരു സ്വാദായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.